ആറാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ ഫ്രാൻസിനൊപ്പം നേരിട്ട് പങ്കാളികളാകാൻ ഇന്ത്യ ഒരുങ്ങുന്നു. ഇതോടെ പ്രതിരോധ സാങ്കേതിക മത്സരത്തിൽ ഇന്ത്യ മുൻനിരയിലേക്ക് എത്തും. ഫ്രാൻസ് ഇതിൽ ഇന്ത്യയുമായി കൈകോർക്കാനുള്ള കാരണമെന്താണ്? ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഇത് തിരിച്ചടിയായി മാറും? എന്താണ് ആറാം തലമുറ യുദ്ധവിമാനം? പരിശോധിക്കാം വിശദമായി. ഞാൻ അനശ്വര. ഫ്രാൻസ് നേതൃത്വം നൽകുന്ന അത്യാധുനിക ഫ്യൂച്ചർ കോംബാറ്റ് എയർ സിസ്റ്റം പദ്ധതിയിൽ സഹകരിക്കുന്നതിന് ഇന്ത്യയും ചർച്ചകൾ ആരംഭിച്ചു എന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്ത് പുത്തൻ വഴിത്തിരിവായി മാറുകയാണ്. ഈ സഹകരണം യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ വ്യോമശക്തി മാത്രമല്ല, പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ സ്വയം പര്യാപ്തതയും വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് വിവരങ്ങൾ. അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളായ അമേരിക്കയുടെ F-35, ചൈനയുടെ J-35 എന്നിവയെ അപേക്ഷിച്ച് ആറാം തലമുറ യുദ്ധവിമാനത്തിൽ എത്തുമ്പോൾ തികച്ചും ആധുനികമായ സാങ്കേതിക സംവിധാനമാണ് അതിൽ ഒരുങ്ങുന്നത്. എല്ലാ ദിശകളിൽ നിന്നുമുള്ള സ്റ്റെൽത്ത് ശേഷിയെന്നാണ് ആറാം തലമുറ യുദ്ധവിമാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതായത് റഡാറുകൾക്ക് അടയാളപ്പെടുത്താൻ പറ്റാത്ത സാങ്കേതിക വിദ്യയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിലെ ആക്രമണ സംവിധാനങ്ങളെല്ലാം AI ആണ്. റഡാർ സംവിധാനങ്ങൾ അത്യാധുനികമാണ്. ഇതിനെ ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ പഴയതുപോലെ കൈനറ്റിക് തോക്കുകളല്ല ഉണ്ടായിരിക്കുക. പകരം ഡയറക്റ്റ് എനർജി ആയുധങ്ങളെന്ന് വിളിക്കപ്പെടുന്ന ഹൈ എനർജി സോളിഡ് സ്റ്റേറ്റ് ലേസറുകളും ഹൈ പവേർഡ് മൈക്രോവേവ് സംവിധാനങ്ങളുമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. വിശ്വസ്ത വിങ്മാൻ എന്ന ഒരു സംവിധാനം ആറാം തലമുറ യുദ്ധവിമാനത്തിൽ ഉണ്ടാകും. ആറാം തലമുറ യുദ്ധവിമാനം പൈലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനമാണെങ്കിൽ വിശ്വസ്ത വിങ്മാൻ എന്നത് AI-യുടെ സഹായത്തോടെ ആറാം തലമുറ യുദ്ധവിമാനത്തിന് ഒപ്പം പറക്കുന്ന ആളില്ലാ വിമാനമായിരിക്കും. ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്നും പൈലറ്റിരിക്കുന്ന ഒറിജിനൽ യുദ്ധവിമാനത്തെ രക്ഷിക്കുക എന്നത് വിശ്വസ്ത വിങ്മാന്റെ കടമയാണ്. ഇത് സാധാരണ ഒരു ഡ്രോൺ പോലെയല്ല. ഇതിനു മുന്നോട്ടുള്ള യാത്ര നിശ്ചയിക്കുന്നതിന് ഇതിനകത്ത് തന്നെ AI-യിൽ പ്രവർത്തിക്കുന്ന സംവിധാനവുമുണ്ട്. ആറാം തലമുറ യുദ്ധവിമാനത്തിന്റെ മറ്റൊരു സവിശേഷത അതിന്റെ സൈബർ യുദ്ധ ശേഷിയാണ്. ശത്രുവിന്റെ ഹാക്കിങ്ങിൽ നിന്നും ജാമിങ്ങിൽ നിന്നും രക്ഷ നേടൽ മാത്രമല്ല ഈ സൈബർ സംവിധാനത്തിന്റെ പ്രത്യേകത. പ്രതിരോധം മാത്രമല്ല, ആക്രമണശേഷിയും സൈബർ സംവിധാനവുമായിരിക്കും ഇതിനുള്ളിലുള്ളത്. ശത്രുവിന്റെ വാർത്താവിനിമയ ശൃംഖലയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്താനും ശത്രു കമാൻഡ് സംവിധാനങ്ങളെ തകർക്കാനും ശത്രുവിന്റെ സൈബർ സംവിധാനങ്ങളിലേക്ക് അപകടകാരികളായ വൈറസുകൾ ഉൾപ്പെട്ട ഡാറ്റാ പാക്കറ്റുകൾ അയക്കാനും കഴിവുണ്ട്. അങ്ങനെ നിരവധി സവിശേഷതകൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അമേരിക്കയുടെ ആറാം തലമുറ വിമാനം A-47 ആണ്. 2014 അമേരിക്ക ഒരു ആറാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള പദ്ധതി തുടങ്ങിയിരുന്നു. F-22 റാപ്പർ എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ പിന്മുറക്കാരനായാണ് അമേരിക്ക അവരുടെ ആറാം തലമുറ യുദ്ധവിമാനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ അഞ്ചാം തലമുറ വിമാനമായിരുന്നു അമേരിക്കയുടെ ഈ വിമാനം. ഇതൊരു സ്പെഷ്യലൈസ്ഡ് യുദ്ധവിമാനമാണ്. ചൈന J-29 എന്ന അഞ്ചാം തലമുറ വിമാനത്തിനു ശേഷം J-36, J-50 എന്നിവയുടെ പരീക്ഷണത്തിലാണ്. റഷ്യ MiG-41 എന്ന പേരിൽ ഒരു ആറാം തലമുറ യുദ്ധവിമാനം നിർമ്മിച്ചു വരുന്നു. ഉക്രൈനുമായുള്ള യുദ്ധ സാഹചര്യങ്ങളിൽ ഈ പദ്ധതി ഒട്ടേറെ സാമ്പത്തിക വ്യാവസായിക പ്രതിസന്ധികൾ നേരിടുകയാണ്. ചെലവേറിയ പദ്ധതിയായതിനാൽ പല രാജ്യങ്ങളും തമ്മിൽ സംയുക്തമായി സഹകരിച്ചാണ് ഈ ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ സൃഷ്ടിക്കുന്നത്. UK-യും ഇറ്റലിയും ജപ്പാനും കൂടിയാണിത് നിർമ്മിച്ചു വരുന്നത്. ഗ്ലോബൽ കോംബാറ്റ് എയർ പ്രോഗ്രാം അഥവാ GCAP എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. ഇതോടെയാണ് ജർമ്മനിക്ക് പകരം കൂടുതൽ വിശ്വസ്ത പങ്കാളിയായ ഇന്ത്യയെ കൂടെ കൂട്ടാൻ ഫ്രാൻസ് ആലോചിക്കുന്നത്. ഇരുവരും തമ്മിൽ ഇതേക്കുറിച്ച് ചർച്ചകൾ നടന്നുവരികയാണ്. ലോകശക്തികൾ ആറാം തലമുറ യുദ്ധവിമാനമുണ്ടാക്കാൻ ശതകോടികളാണ് ഇറക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഫ്രാൻസുമായി കൈകോർക്കാനുള്ള സുവർണാവസരമാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഇന്ത്യയെ ആഗോള പ്രതിരോധ സാങ്കേതിക മത്സരത്തിൽ മുൻനിരയിലേക്ക് ഉയർത്തുന്ന നീക്കമായി ഇത് മാറും. പ്രതിരോധ രംഗത്ത് ഫ്രാൻസുമായി വർഷങ്ങളായി ഇന്ത്യ സഹകരിച്ചു വരികയാണ്. റാഫേൽ യുദ്ധവിമാനങ്ങൾ, സ്കോർപിയൻ അന്തർവാഹിനികൾ, സഫ്രാൻ എന്ന ഫ്രഞ്ച് കമ്പനിയുടെ എഞ്ചിൻ പരിപാലന കേന്ദ്രം, ഇന്ത്യൻ നാവികസേനയ്ക്കുള്ള റാഫേൽ M കരാർ തുടങ്ങി എടുത്തു പറയാൻ ശതകോടികളുടെ കരാറുകളാണ് ഇന്ത്യയും ഫ്രാൻസും വിജയകരമായി നടപ്പാക്കിയത്. ഇതുപോലെ ഫ്രഞ്ച് കമ്പനികളായ ഡെസ്കോൾട്ട് ഏവിയേഷൻ, സഫ്രാൻ, തേൽസ്, MBDA തുടങ്ങിയവയുമായുള്ള ചർച്ചകളും സജീവമാണ്. ഇന്ത്യയിൽ തന്നെ കൂടുതൽ സാങ്കേതികവിദ്യയും ഉൽപ്പാദനവും ഉറപ്പാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. ഇതോടെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള വിശ്വസ്തതയും വളരും. സാങ്കേതികവിദ്യ രാജ്യത്തിനുള്ളിൽ വികസിപ്പിക്കാനും ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനും സഹായിക്കുന്ന ദീർഘകാല തന്ത്രപരമായ നീക്കമായി ഇത് മാറുമെന്നത് സംശയമില്ല.